ധൈര്യം ഞാൻ ഈടേക്ക് നല്ലോണം കാണുന്നു. ഫെബ്രുവരി 14 മറ്റേ പൂക്കച്ചവടം ഉണ്ടായിരുന്നു. കോളേജിന് മുന്നിൽ കുറെ പൂവൊക്കെ പിടിച്ചാണ് പെണ്ണിന്റെ ഒപ്പം നിൽക്കണ്ടല്ലോ. അതിന്റെ ബെസ്റ്റിയാണ് വാപ്പ. ബെസ്റ്റിയാണ് ഇതിന്റെ കുഴപ്പമൊന്നുമില്ലേ? അല്ല നിങ്ങളിപ്പോ എന്റെ കോളേജിൽ എന്റെ ക്ലാസ് ടീച്ചറെ കാണേണ്ട ആവശ്യം. നിങ്ങൾ എന്റെ ക്ലാസ് ടീച്ചർ കാണുന്നത് എന്റെ ക്ലാസ് ടീച്ചറിന്റെ ബെസ്റ്റ് എന്താ ഈ ഒരൊറ്റ കാരണം കൊണ്ടാണ് PTA മീറ്റിങ്ങിന് പോലും ഞാൻ കോളേജിൽ പഠിപ്പിച്ചത്. അപ്പൊ നിങ്ങളെ എല്ലാ ഇഷ്ടത്തിനും നിന്ന ഇന്നോടെ നിങ്ങൾ ഈ ചതിയാണ്. സുലൈമാനെ വേറെ എന്താ വായിച്ചിട്ട് ഓർപ്പിച്ചല്ലേ? എന്താ അപ്പത്തെ ശ്യാമനോട് ഇത് ചെറിയ ഇഷ്ടമുണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ എഴുതാനും വായിക്കാനും അറിയില്ലല്ലോ. ഞാൻ എന്നോടൊരു കത്ത് എഴുതരാൻ പറഞ്ഞു. ശ്യാമേ നിനക്ക് ഇഷ്ടമാണ്. എനിക്ക് അന്നൊരു കാര്യം മനസ്സിലായി. ഈ അടുക്കുണ്ടല്ലോ യാതൊരു പ്രായമായിരിക്കും. എന്താണ് എന്റെ ബുദ്ധിക്കുലേക്ക് ബുദ്ധിക്ക് ഒരു കുഴപ്പമില്ല. കോളേജ് അഡ്മിഷന് ചെന്നിട്ട് മാനേജ്മെന്റ് സീറ്റ് വേക്കൻസി ഉണ്ടെന്ന് ഷെയർ പറഞ്ഞപ്പോ പാപ്പ എന്താ പറഞ്ഞു? ഞാൻ പറഞ്ഞു എന്റെ കുട്ടിക്ക് മാനേജർ സീറ്റ് കിട്ടാതെ പഠിപ്പൊന്നും കഴിക്കില്ല. ഓരോ ക്ലാസ്സിൽ ബാഗിൽ എവിടെ കൊണ്ട് നിർത്തിയാൽ മതി. അന്ന് നിന്ന് നിർത്താം. പിന്നെ പഠിപ്പ് ചെയ്യണവരെ ഞാൻ ഇരുന്നിട്ടില്ല. ഈ പാപ്പാന്റെ വരെ മണ്ടത്തരങ്ങളെ. എന്നാൽ എന്റെ കുട്ടിക്ക് പിന്നെ വരും കുട്ടിയാണ് ആണല്ലോ. എന്റെ ഹാർട്ട് ഓപ്പറേഷൻ വിജയിക്കാം വെറും 25% ചാൻസ് ഉള്ളൂ. ഡോക്ടർ പറഞ്ഞപ്പോ എന്താണ് ചെയ്യാൻ പറഞ്ഞു? അതൊന്നും സാരില്ലായി 4 വട്ടം നടത്തിയ പോലെ 100%. അപ്പൊ നിങ്ങളോ സ്കൂളിൽ സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് നടക്കുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞപ്പോ സൗജന്യ നേത്രപരികരണ ക്യാമ്പാണെന്ന് കരുതി പെട്ടിയോട്ടർച്ചി വീട്ടിൽ പോയ ആളല്ലേ നിങ്ങള്? എന്റെ കുട്ടിക്ക് പിന്നെ പേരും കുട്ടിയാ. അമ്മോനോടെ ശ്വാസം മുട്ടാണെങ്കിൽ ശ്വാസം കിട്ടാതെ കിടക്കുക. 4 കമ്മ്യൂണിസ്റ്റ് പച്ച മറിച്ചുകൊണ്ട് കൊണ്ടുപോയി കൊടുത്തോണ്ട് പറയാം അമ്മോനെ നിങ്ങളത് മൂക്കിൽ വെച്ചോളി സസ്യങ്ങൾ ഓക്സിജൻ തരുന്നു. ഉമ്മാക്ക് പുതിയ ഫോൺ മേടിക്കാൻ പോയിട്ട് കടക്കാരൻ ആൻഡ്രോയിഡ് വേണമെന്ന് ചോദിച്ചപ്പോ ഫോൺ എന്റെ ഭാര്യക്കാണ് ആൻഡ്രോയിഡ് ഒന്നും വേണ്ട പെൻഡ്രോയിഡ് മതി എന്ന് പറഞ്ഞ ആളല്ലേ? തന്നെ പറയാം.